ഇതല്ലേ മിസ്റ്റർ ഗഫൂർ താമസിക്കുന്ന വീട്? ഞാനാ സാറേ ഗഫൂർ. എന്താ സംഗതി? സമൻസ് അയച്ചിട്ട് ഹാജരാവാഞ്ഞിട്ടേ അത് വാറണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോ കോടതിയിൽ APP ലീവ്, പിന്നെ വന്നപ്പോ പ്രതി അവന്റെ വക്കീല് ലീവ്, പിന്നെ സമൻസ് അയച്ചല്ലോ. അന്നേരം നോമ്പല്ല സാറേ, കള്ളത്തിന് പറയാൻ പറ്റാത്തോണ്ട് നമ്മൾ ലീവാക്കി. അലറണ്ട, സൗണ്ട് ലേശം കുറച്ചാടി ആൾക്കാർ മുഴുവൻ കേൾക്കും. നമ്മൾ പോവുകയാണ്. മോദിക്ക് മുമ്പ് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഒല്ലാക്കാരെ വിളിച്ച് യാസയിൽ ഒതുക്കിച്ച. ഞാൻ സത്യം മാത്രമേ പറയൂ. വളരെ നല്ലത്. ഇതുപോലത്തെ ഒരു വക്കീലിനെ നമ്മൾ വേറെ ദുനിയാവിലൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ താൻ പറയണം. അപ്പൊ നിങ്ങൾ സത്യം പറയൂലേ? നിങ്ങളുടെ വീട്ടിൽ വെച്ചല്ലേ 2012 മാർച്ച് 10 ലിയാന്റെ ബൈക്ക് മോഷണം പോയത്? ഞാനോ? എന്നിട്ട് കൈത പറഞ്ഞത് വീരാന്നാണോ അവന്റെ പേര്? ഒരു ബൈക്കൊന്നും പോലെ വെച്ചോട്ടെന്ന് വെച്ച് നമ്മൾ വെച്ചോളിന്ന് പറഞ്ഞ് ഇത്രേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. കോടതി സമയം കഴിഞ്ഞു. ഈ കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്റെ റബ്ബിലാലമീനെ നമ്പുരാനെ, അടുത്ത മാസം 20-ാം തീയതി എന്റെ മോളെ നിക്കാറാണ്. ഇതൊന്ന് മാറ്റി തരി. നിക്കാഹ് മാറ്റിത്തരാൻ കോടതി ഇടപെടേണ്ടതില്ല. അത് നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. നിക്കാഹ് മാറ്റുന്ന കാര്യമല്ല, ഈ കേസൊന്ന് മാറ്റി തരുന്ന നമ്മള് പറഞ്ഞത്. എന്റെ വക്കീലെ, നമ്മളത് 5-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഓരോ തവണ ഓരോ കാര്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞേക്കും. ഒരു സാക്ഷിയായി കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണ്. സാക്ഷിയാണെങ്കിൽ കോടതി വിളിക്കുമ്പോ വരേണ്ടി വരും. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? സാക്ഷിക്ക് കൊമ്പല്ല, പാലിനോട് വേണം ചോദിക്കാൻ. ഇങ്ങനെ കോരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ.